Hey guys, welcome back to another episode of Productivity Series. സോ ഇന്നത്തെ പ്രൊഡക്ടിവിറ്റി സീരീസിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് റോ ആൻഡ് അൺഫിൽറ്റേഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതായത് എൻ്റെ ഓൾറെഡി കുറച്ച് വീഡിയോസ് കണ്ടവരാണെങ്കിൽ അറിയാം, ഞാൻ എല്ലാ വീഡിയോസിലും കുറച്ച് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് ചെയ്യാറുണ്ട്, അറ്റ്ലീസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യാൻ ട്രൈ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസിലൊക്കെ ഞാൻ കുറച്ച് അറ്റ്ലീസ്റ്റ് മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള കോണ്ടൻറ്റ് കൊടുക്കണം എന്നാണ് വിചാരിക്കാറ്. പക്ഷേ റിയലി എപ്പോഴും ഞാൻ മോട്ടിവേറ്റഡ് ആണോ ഇല്ലെങ്കിൽ എപ്പോഴും ഞാൻ പ്രൊഡക്റ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. കാരണം എല്ലാവരും മനുഷ്യന്മാരാണ്. അപ്പം എപ്പോഴും നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കാനോ ഇല്ലെങ്കിൽ എപ്പോഴും നമ്മൾ മോട്ടിവേറ്റിംഗ് ആണ് ഇല്ലെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല ഇല്ലെങ്കിൽ ഓവർ തിങ്കിങ് ഇല്ല എന്നൊന്നും ഞാൻ പറയില്ല. സോ ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രൊഡക്ടിവിറ്റി സീരീസിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു പ്രൊഡക്ടിവിറ്റി സീരീസ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൽ മെയിനായിട്ട് എല്ലാവരും പറയുന്ന കാര്യങ്ങൾ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഒരു യുണീക്നെസ്സോ ഇല്ലെങ്കിൽ കുറച്ച് നല്ല കാര്യങ്ങളോ ഇല്ല. സോ മെയിനായിട്ട് പ്രൊഡക്ടിവിറ്റി എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു കോൺസെപ്റ്റും പെർസ്പെക്റ്റീവ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതായത് നമ്മളിപ്പം കുറേ നേരം ഇരുന്ന് പഠിക്കുന്നോ ഇല്ലെങ്കിൽ അതുപോലെ തന്നെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക, അതൊക്കെ ഒരു പ്രൊഡക്ടിവിറ്റിയുടെ ഭാഗം മാത്രമാണ്. അല്ലാതെ അതാണ് പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ ഒരിക്കലും അതാണ് പ്രൊഡക്ടിവിറ്റി എന്ന് പറയില്ല. അപ്പോൾ മെയിനായിട്ട് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ച കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം മാർച്ച് മാസം ആ ഒരു എക്സാംസും കാര്യങ്ങളൊക്കെ ആ ഒരു എക്സാമിൻ്റെ ടൈമിൽ ഞാൻ മെയിനായിട്ട് വിചാരിച്ചിട്ടുണ്ടായ കാര്യം എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ഒന്ന് തീർന്നാൽ മതിയെന്ന്, 2 മാസം അടിപൊളിയായിട്ട് ഇരിക്കാമെന്നാണ്. പക്ഷേങ്കിൽ എക്സാംസ് തീർന്നപ്പോൾ ഞാൻ ഭയങ്കര സങ്കടം പോലെ. അപ്പോൾ അത് എക്സാമിനോടുള്ള ഇഷ്ടം കൊണ്ടല്ല, പക്ഷേങ്കിൽ ആ ഒരു ടൈം നമുക്ക് വേറെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനോ ഇല്ല ഓവർ തിങ്ക് ചെയ്യാനോ ടെൻഷൻ അടിക്കാനോ ഒന്നും നേരമില്ല. ഫസ്റ്റായിട്ട് നമ്മുടെ ഏപ്രിൽ വന്നു. ഏപ്രിലിൽ തുടക്കമൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല രീതിയിലുള്ള കുറേ പ്രൊഡക്റ്റീവ് കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് പറയാം. അപ്പോൾ പക്ഷേങ്കിൽ ലാസ്റ്റോട്ട് വന്നപ്പോൾ ഫുൾ ഇനി എന്താ നെക്സ്റ്റ് പ്ലാൻ ഇല്ലെങ്കിൽ ഇനി എന്താ ചെയ്യുക എന്നുള്ള ഇങ്ങനെ ചിന്തയിലായിപ്പോയി. പിന്നെ അങ്ങനെ ഒരു ചെറിയ കാര്യം കിട്ടിയാൽ മതിയല്ലോ നമുക്ക് വലുതാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ചിന്തിച്ച് ഞാൻ ബേസിക്കലി ഒരു ഓവർ തിങ്കിങ് പേഴ്സണോ അങ്ങനെയൊന്നുമല്ല. പക്ഷേങ്കിൽ ഈ പ്രാവശ്യം എന്തോ കുറച്ച് അധികം സമയം ഉണ്ടായതുകൊണ്ടാണെന്ന് തോന്നിയില്ല, വെറുതെ ഇരിക്കുന്നുണ്ടാണെന്ന് അറിയില്ല, അങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് ചിത്രവും വരച്ചില്ല, ഇല്ല വേറെ ഒരു ഉപകാരമുള്ള കാര്യങ്ങളൊന്നും ചെയ്തില്ല. അപ്പോൾ അങ്ങനെ കുറേ നേരം സമയം പോയി കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് കുറച്ച് ഭയങ്കര ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വ്ളോഗ് ചെയ്യുക, ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു പ്രൊപ്പോഷണാലിറ്റി ഇല്ല. അതായത് വ്യൂസും ലൈക്സും തമ്മിൽ ഒരു പ്രൊപ്പോഷണാലിറ്റി ഇല്ല. ഞാൻ ഓരോ വീഡിയോസും ഇമ്പ്രൂവ് ചെയ്യണം അതുപോലെ തന്നെ അടിപൊളിയായിട്ട് കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചാണ് ചെയ്യാറ്. അപ്പോൾ അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യൂസും ലൈക്സും തമ്മിൽ ഒരു പ്രൊപ്പോഷണാലിറ്റി ഇല്ല, സബ്സ്ക്രൈബേഴ്സും തമ്മിൽ. അപ്പോൾ എന്നാലും എനിക്ക് 2-3 സബ്സ്ക്രൈബേഴ്സ് എപ്പോഴും കമൻറ്റ് ചെയ്യാറുണ്ട്, എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോഴാണ് ഞാൻ എന്നെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് ഇങ്ങനെ മോൾഡ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എന്തിനാണ് ഇപ്പോൾ പറയുന്നത് നിങ്ങൾക്ക് തോന്നാം. അപ്പോൾ മെയിനായിട്ട് ഞാൻ ഇതൊക്കെ പറയാനുള്ള ഒരൊറ്റ റീസൺ എന്ന് പറയുന്നത്, ഞാനിപ്പോൾ അങ്ങനെ ബേസിക്കലി ഒരു ഓവർ തിങ്കിങ് പേഴ്സൺ ഇല്ല ടെൻഷൻ പേഴ്സൺ എന്നല്ല. പക്ഷേ ഞാൻ കുറച്ചധികം ഡോസ് കൂടിയിട്ട് ഈ ഒരു ഏപ്രിലൊക്കെ ചിന്തിച്ച് കൂട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു ലാസ്റ്റിലോട്ട്. അപ്പോൾ അതുകൊണ്ട് എന്നെപ്പോലെ ആരെങ്കിലും ഇതുപോലെ ചിന്തിച്ച് ഇനി എന്താ ചെയ്യുക, ഇനി നെക്സ്റ്റ് എന്താ ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു വീഡിയോ കണ്ടിട്ട് കുറച്ച് മോട്ടിവേഷനോ അല്ലെങ്കിൽ കുറച്ച് ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഐ വിൽ ബി ഹാപ്പി ഫോർ ദം. സോ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതും പ്രൊഡക്ടിവിറ്റി സീരീസിൽ തന്നെ ചെയ്യാൻ കാരണം പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. അതിൽ നമുക്ക് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും, ജീവിതത്തിൽ തന്നെ ഉണ്ട്. അപ്പോൾ പിന്നെ പ്രൊഡക്ടിവിറ്റിയിൽ ഉണ്ടാവാതിരിക്കുമോ. അപ്പോൾ ഇത്രയും മോട്ടിവേറ്റിംഗ് ആയിട്ട് ഞാൻ പറയുമെങ്കിലും സംടൈംസ് ഏതെങ്കിലും ഒറ്റ പോയിന്റ് ഞാനും കുറച്ച് ഡിമോട്ടിവേറ്റ് ആവാം ഇല്ലെങ്കിൽ കുറച്ച് ഓവർ തിങ്കിങ് ചെയ്യാം. പക്ഷേ നമ്മൾ എല്ലാം ആക്സെപ്റ്റ് ചെയ്യുക, അത് മൂവ് ഓൺ ചെയ്യുക എന്നുള്ളതാണ് റിയാലിറ്റി ഓഫ് അവർ ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ ഇതൊക്കെ ഫ്രം മൈ ഓൺ എക്സ്പീരിയൻസ് ആൻഡ് എനിക്ക് തോന്നിയ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഞാനിതൊക്കെ ഒന്ന് ജസ്റ്റ് പ്രിപ്പയർ ചെയ്തിട്ട് ഇങ്ങനെ പറയുന്നതല്ല. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇത് കുറച്ച് ഓവർ ടോക്ക് ആയിട്ടൊക്കെ തോന്നാം. പക്ഷേങ്കിൽ മെയിനായിട്ട് ഈ ഒരു കോൺസെപ്റ്റ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ, അഥവാ ഇതുപോലെ ഓവർ തിങ്ക് ചെയ്തിട്ട് ഇനി എന്താണ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുവാണെങ്കിൽ അറ്റ്ലീസ്റ്റ് എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ കുറച്ചുകൂടി ബെറ്ററായിട്ട് ഫീൽ ചെയ്യുവാണ് ഇല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു റേ ഓഫ് ഹോപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഐ വിൽ ബി ഹാപ്പി ഫോർ യു. അപ്പോൾ ഇത് നിങ്ങൾക്ക് മാത്രമുള്ള പ്രശ്നമില്ല, എനിക്ക് മാത്രമുള്ള പ്രശ്നമല്ല. മനുഷ്യനായിട്ട് ജനിച്ചവരൊക്കെ ഇതുപോലെ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ ഓവർ തിങ്കിങ് ചെയ്ത് ഇങ്ങനെ കുറേ ചിന്തിച്ച് കൂട്ടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ നോർമലാണ്. സോ ഡോണ്ട് വറി. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി ഇല്ലെങ്കിൽ കുറച്ചൊരു ബെറ്റർ ഫീലിംഗ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.